ബാസ്കി നേരെ അനികയുടെ ക്ലിനിക്കിലെത്തും. അവൻ ചോദിച്ചു, നിന്റെ അറിവിൽ ഈ രോഗം എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? അനിക പറഞ്ഞു, വന്യമൃഗങ്ങളിൽ നിന്ന് പടരുന്ന രോഗങ്ങൾ എങ്ങനെ മാറ്റണമെന്ന് എനിക്കറിയില്ല. ഞാന് വളർത്തു മൃഗങ്ങളുടെ ഡോക്ടറാണ്. വന്യമൃഗങ്ങളിൽ നിന്ന് വരുന്ന രോഗത്തിന്റെ വാക്സിനുകൾ കണ്ടെത്താൻ വർഷങ്ങളെടുക്കും. ചിലത് ഇതുവരെ കണ്ടുപിടിച്ചിട്ട് പോലുമില്ല. ബാസ്കി പറഞ്ഞു, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ഈ കാട് ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ഇത് കേട്ടുടനെ അനിക ദേഷ്യത്തോടെ പറഞ്ഞു, ഒരിക്കലുമല്ല. കാടിനെ നിങ്ങളെപ്പോലെയുള്ളവർ ചൂഷണം ചെയ്ത് സ്വയം വരുത്തി വെക്കുന്നതാണ്. പ്രകൃതിക്ക് ഒരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് നിങ്ങൾ നശിപ്പിക്കുമ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. നിങ്ങളുടെ നഗരങ്ങളിൽ കിട്ടുന്ന കുറച്ച് ഓക്സിജൻ ഉണ്ടല്ലോ, അത് ഈ കാട് ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ഇവിടെ നിന്ന് വരുന്നതാണ്. ഇനി ഇതുകൂടി വെട്ടി നശിപ്പിച്ചാൽ ശ്വാസം മുട്ടി മരിക്കും നിങ്ങളൊക്കെ. ബാസ്കി പറഞ്ഞു, നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രസംഗിക്കാൻ കൊള്ളാം, പക്ഷെ മനുഷ്യന് ജീവിക്കണമെങ്കിൽ പണം വേണം. ഇത്രയും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. രാത്രി ജൊനാഥൻ ബാസ്കിയോട് പറഞ്ഞു, നീ ഈ പ്രോജക്റ്റ് എല്ലാം വിട്ടിട്ട് ഇവിടെ നിന്ന് പോ, അപ്പോഴേക്കും നിന്റെ അസുഖം ഭേദമാകും. ബാസ്കി പറഞ്ഞു, ഒരിക്കലും പറ്റില്ലടാ, കാരണം എന്റെ വീട് സ്ഥലങ്ങൾ എല്ലാം ബാങ്കിലാണ്. ഈ പ്രോജക്റ്റ് ആണ് ആകെയുള്ളൊരു കച്ചിത്തുരുമ്പ്. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും എനിക്ക് ഈ പ്രോജക്റ്റ് നടത്തിയേ പറ്റത്തുള്ളൂ. ജോ പറഞ്ഞു, എന്റെയും കാര്യം ഏകദേശം ഇതുപോലെയാണ്. പെട്ടെന്ന് ബാസ്കി പറഞ്ഞു, പുറത്താരോ ഉണ്ട്, എനിക്ക് ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട്. ബാസ്കിയും സിമ്പന്തികളും പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഒരാൾ പുതപ്പൊക്കെ മൂടി വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്നു. ബാസ്കി ഉടനെ ചാടി അയാളുടെ മുന്നിലെത്തും. ആ പുതപ്പ് മാറ്റി നോക്കുമ്പോൾ പാണ്ഡാജി പറഞ്ഞു, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു, നിങ്ങളിൽ 3 പേരിൽ ആരോ ഒരാളാണ് ചെന്നായിയായി മാറി അവരെ എല്ലാവരെയും കൊന്നത് എന്ന് പറഞ്ഞിട്ട് ബാസ്കിയുടെ നീല ബെർമുട അയാളെടുത്ത് കാണിക്കും. ജോ ചോദിച്ചു, നമ്മൾ രാവിലെ മേരിയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നീ ഇത് കത്തിച്ചു കളയാമെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തുകൊണ്ട് കത്തിച്ചില്ല? ജൊനാഥൻ പറഞ്ഞു, ഞാനിത് കത്തിച്ചുകൊണ്ട് നിന്നപ്പോൾ ഇന്നലെ ഇവൻ ചാടിപ്പോയ ജനലിന്റെ ഗ്ലാസ് പൊട്ടിച്ചത് ആരാണെന്ന് ചോദിച്ചുകൊണ്ട് ആ സർവന്റ് വന്നു. പെട്ടെന്ന് അവൻ കാണാതിരിക്കാനായിട്ട് ഞാനിത് തട്ടി മാറ്റിയിട്ട് അവന്റെ അടുത്തേക്ക് പോയി. പാണ്ഡാജി പറഞ്ഞു, എനിക്കിത് എല്ലാവരോടും പറയണം. അതിനുവേണ്ടിയുള്ള തെളിവായിട്ടാണ് ഞാൻ ഈ ബെർമുട എടുത്ത് സൂക്ഷിച്ചത്. ബാസ്കി ഉടൻ തന്നെ ചെന്നായുടെ രൂപം വരുത്തി പാണ്ഡാജിയെ പേടിപ്പിക്കും. ബാസ്കി പറഞ്ഞു, ഞങ്ങൾക്ക് പറയാനുള്ളത് മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കും. ഞാന് വൈറസ് ഒന്നുമല്ല, എന്നെയും ഒരു ചെന്നായ കടിച്ചതാണ്. നിങ്ങളിത് വേറെ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ ഉറപ്പായും നിങ്ങളെ കടിക്കും. അപ്പോൾ എന്നിൽ നിന്ന് രോഗം നിങ്ങളിലേക്ക് വരും. നിങ്ങൾ ഇതുപോലെ മറ്റൊരാളെ കടിക്കും. നിങ്ങളിൽ നിന്ന് രോഗം മറ്റുള്ളവരിലേക്ക് പടരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിത് ആരോടും പറയരുത്. ഇത് കേട്ടുടനെ പാണ്ഡാജി പറഞ്ഞു, ഞാനിത് ആരോടും പറയില്ല. ഇതാ ഈ ബെർമുട, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കത്തിച്ചു കളയും എന്ന് പറഞ്ഞ് ആ ബെർമുട ബാസ്കിയെ തന്നെ തിരിച്ചേൽപ്പിക്കും. ജൊനാഥൻ ചോദിച്ചു, പാണ്ഡാജി, നിങ്ങൾ കുറച്ചധികം വർഷമായിട്ട് ഇവിടെ തന്നെയാണല്ലോ താമസം. അപ്പോൾ ഈ രോഗം എങ്ങനെയാണ് ഭേദപ്പെടുത്തേണ്ടതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പാണ്ഡാജി പറഞ്ഞു, എനിക്കറിയില്ല, പക്ഷേ അന്ന് നമ്മൾ പോയി കണ്ട ഓജോ വൈദ്യർക്ക് അറിയാമായിരിക്കും. അദ്ദേഹം ഇപ്പം കാട്ടിലാണ്. കാട്ടിൽ എവിടെയാണെന്നും അറിയില്ല. ചിലപ്പോൾ ഇന്നോ നാളെയോ തന്നെ മടങ്ങി വരും. ചില സമയങ്ങളിൽ 3 മാസം 4 മാസത്തോളം എടുക്കാറുമുണ്ട്. പാണ്ഡാജി തുടർന്നു, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോയി ആ ഓജോ വൈദ്യരെ തേടി കണ്ടുപിടിച്ച് കൊണ്ടുവരാം. ഇത്രയും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് ഇറങ്ങും. അതേസമയം നോരിയെ ചെന്നായി ആക്രമിക്കുന്ന വീഡിയോ കാട്ടുതീ പോലെ ആ നാട്ടിൽ പടർന്നു. പോലീസ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി, ഒരു മൃഗം നരഭോജിയായി മാറിയിട്ടുണ്ട്. അതിനാൽ രാത്രി കാലങ്ങളിൽ ആരും പുറത്തിറങ്ങി നടക്കരുത്, മാത്രമല്ല കാടിന്റെ ഭാഗത്തേക്കും പോകരുത്. പോലീസ് നായ്ക്കളെ കൊണ്ട് നോരിയുടെ ഓഫീസ് പരിശോധിക്കും. അവർ ബാസ്കിയുടെ വീട് ലക്ഷ്യമാക്കി പോകുമെങ്കിലും ബാസ്കി ചെന്നായുടെ രൂപം കാണിച്ച് ആ നായ്ക്കളെ വിരട്ടി ഓടിക്കും. അവസാനം പോലീസുകാർ ആസാമിൽ നിന്ന് പ്രത്യേക പരിശീലനം ലഭിച്ച വേട്ടക്കാരെ കൊണ്ടുവരും. ആസാമിൽ നിന്ന് വന്ന വേട്ടക്കാര് കാട് ഒരറ്റത്തീന്ന് പരിശോധിച്ചു തുടങ്ങും. ജോയും ജൊനാഥനും അന്ന് രാത്രി ചെന്നായിയായി മാറുന്ന ബാസ്കി ആരെയും കൊല്ലാതിരിക്കാനായിട്ട് ആ നാട്ടിൽ നിന്നും കുറച്ചു മാറിയുള്ള ടിംബർ ഫാക്ടറിയിലേക്ക് അവനെ കൊണ്ടുപോകും. പക്ഷേ ഒരു ജീപ്പ് അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. ആ ജീപ്പിനുള്ളിൽ ഇവരെ സംശയം തോന്നിയ പോലീസുകാരൻ ജോ പറഞ്ഞു, ബാസ്കി, നീ പേടിക്കണ്ട, ഇവിടെ ആരും വരത്തില്ല. പാണ്ഡാജിയാണ് ഈ സ്ഥലം സജസ്റ്റ് ചെയ്തത്. ബാസ്കി ചോദിച്ചു, സ്ഥലം കൊള്ളാം, പക്ഷേ ചെന്നായിയായി മാറുന്ന ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാലോ? ജോ പറഞ്ഞു, നീ പേടിക്കണ്ട, നിന്നെ ഞങ്ങൾ ഇപ്പോൾ ചങ്ങല കൊണ്ട് കെട്ടിവെക്കും. നാളെ രാവിലെ വന്നേ അഴിച്ചുവിടത്തുള്ളൂ. അവര് ബാസ്കിയെ ഒരു തൂണിൽ കെട്ടിയിടാൻ ഒരുങ്ങുമ്പോഴേക്കും ഇവരെ ഫോളോ ചെയ്തു വന്ന പോലീസുകാരൻ പുറത്തേക്കുള്ള ഡോറ് ലോക്ക് ചെയ്യും. ബാസ്കിയും ജൊനാഥനും ജോയും ഓടി ആ വാതിലിന്റെ അടുത്തെത്തും. പോലീസുകാരനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? എന്തിനാണ് ഞങ്ങളെ പൂട്ടിയിടുന്നത്? പോലീസുകാരൻ പറഞ്ഞു, ആദ്യം തൊട്ടേ എനിക്ക് നിങ്ങളെ സംശയമുണ്ടായിരുന്നു. ആ സംശയം എനിക്ക് ഇന്ന് തീർക്കണം. ഇത്രയും പറഞ്ഞ ശേഷം അയാളുടെ മൊബൈൽ എടുത്ത് ഇവരുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങും. അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയുണ്ടോ എന്ന് അവർ തിരയും. പക്ഷേ ഈ ഒരു വാതിലല്ലാതെ അവിടെ വേറെ ഒരു വാതിലും കാണില്ല. ഇതെല്ലാം കണ്ട് ചിരിച്ച് ആസ്വദിച്ചിരിക്കുകയാണ് ആ പോലീസുകാരൻ. പെട്ടെന്ന് ബാസ്കിക്ക് മാറ്റം വരാൻ തുടങ്ങും. ജോയും ജൊനാഥനും ചങ്ങലയെടുത്ത് ബാസ്കിയെ കെട്ടാൻ ശ്രമിക്കുമെങ്കിലും ബാസ്കിയുടെ രൂപം മാറുന്നത് കാണുമ്പോൾ അവർ പേടിച്ച് ആ ചങ്ങലയിട്ടിട്ട് നേരെ ഓടി വാതിലിന്റെ അടുക്കെ വന്ന് ആ പോലീസുകാരനോട് കതക് തുറക്കാൻ പറയും. പക്ഷേ അയാൾ വാതിൽ തുറക്കാതെ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ നിൽക്കും. അതേസമയം ബാസ്കി
പൂർണ്ണമായി ചെന്നായിയായി മാറിക്കഴിഞ്ഞു. ചെന്നായിയായി മാറിയ ബാസ്കി ആദ്യം ജൊനാഥന്റെ നേർക്ക് ചാടി വീണ് അവനെ ഭയപ്പെടുത്തും. അതിനുശേഷം ജോയെ ഭയപ്പെടുത്തിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും പുറത്ത് ആ പോലീസുകാരന്റെ നിലവിളി കേൾക്കും. എല്ലാവരും പുറത്തേക്ക് നോക്കും. ആ ഡോറിന് പുറത്തായിട്ട് മറ്റൊരു കറുത്ത ചെന്നായ. ആ ചെന്നായ ബാസ്കിക്ക് ഡോർ തുറന്നു കൊടുക്കും. ബാസ്കി ആ ചെന്നായയോടൊപ്പം കാട്ടിലേക്ക് പോകും. ജോയും ജൊനാഥനും പുറത്തിറങ്ങി നോക്കുമ്പോഴേക്കും ആ പോലീസുകാരനെ കടിച്ചു കീറി കൊന്നിരിക്കുകയാണ്. അയാളുടെ കയ്യിൽ നിന്നും മൊബൈൽ എടുത്ത ശേഷം ജോയും ജൊനാഥനും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അടുത്ത ദിവസം ബാസ്കി കയ്യിൽ കിട്ടിയ സിമന്റ് ചാക്ക് ഉപയോഗിച്ച് നാണം മറച്ച് തിരിച്ച് വീട്ടിലെത്തും. ജോ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകാനായിട്ട് ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് നിൽക്കുകയാണ്. ജോ ബാസ്കിയോട് പറഞ്ഞു, ഇന്നലെ നീ എന്നെ കടിച്ചു കീറി കൊല്ലുമായിരുന്നു. നിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേടാ ഞാൻ. നിനക്ക് എങ്ങനെ അത് തോന്നി? ബാസ്കി പറഞ്ഞു, ചെന്നായി ആയി കഴിയുമ്പോൾ എനിക്കൊന്നും ഓർമ്മയില്ല. ചെന്നായിക്ക് നീ എന്റെ ഫ്രണ്ടും ഇവൻ എന്റെ കസിനുമാണെന്നൊന്നും അറിയില്ലല്ലോ. ജൊനാഥൻ പറഞ്ഞു, ജോ ദയവായി നീ ഇവിടെ നിന്ന് പോകരുത്. ബാസ്കിക്ക് നമ്മളെ ആവശ്യമുണ്ട്. ജോ പറഞ്ഞു, ശരിയാടാ, ഞാൻ പോകുന്നില്ല. ബാസ്കി തിരിച്ച് പഴയതുപോലെ മനുഷ്യനാക്കി മാറ്റണം. അവർ കെട്ടിപ്പിടിച്ച് സൗഹൃദം പങ്കിടുമ്പോൾ അങ്ങോട്ടേക്ക് പാണ്ഡാജി കയറി വന്നു. അയാൾ പറഞ്ഞു, ഓജ വൈദ്യർ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട്. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകണം. ഓജയുടെ ലാംഗ്വേജ് ഇവർക്ക് മനസ്സിലാവാഞ്ഞിട്ട് ട്രാൻസ്ലേറ്ററായി നിൽക്കുന്നത് പാണ്ഡാജിയാണ്. പാണ്ഡാജി പറഞ്ഞു, നൂറ്റാണ്ടുകളായി കാടും മനുഷ്യരും തമ്മിൽ ഒരു ഉടമ്പടിയുണ്ട്. രണ്ടുപേരും പരസ്പരം നശിപ്പിക്കാൻ പാടില്ല. എപ്പോൾ ആ ഉടമ്പടി ലംഘിച്ച് മനുഷ്യൻ മരങ്ങൾ വെട്ടി നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവോ ആ സമയത്ത് യാപ്പവും ആ മനുഷ്യനെ ആക്രമിക്കും. മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു കാട് സ്ഥിതി ചെയ്യുന്നുണ്ട്. കാട് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യനെ യാപ്പവും കടിക്കുന്നതോടുകൂടി ആ മനുഷ്യന്റെ ഉള്ളിലെ കാട് യാപ്പൂമിന് തുറന്നു കിട്ടും. അങ്ങനെ അവനൊരു വന്യമൃഗമായി രൂപം മാറുന്നു. ബാസ്കി ചോദിച്ചു, യാപ്പൂമിന്റെ കടി കിട്ടിയ ഒരു മനുഷ്യൻ തിരിച്ച് നോർമൽ ആകാൻ എന്ത് ചെയ്യണം? പാണ്ഡാജി ഓജയോട് അതേ ചോദ്യം ചോദിച്ചിട്ട് അതിന് റിപ്ലൈ കൊടുക്കും. അമാവാസിയുടെ അന്ന് രാത്രി യാപ്പവും ആ മനുഷ്യനെ കടിച്ച അതേ സ്ഥലത്ത് തന്നെ വീണ്ടും വരും. അപ്പോൾ ആ മനുഷ്യന്റെ ഏത് ഭാഗത്താണോ യാപ്പവും കടിച്ചത് അതേ ഭാഗത്ത് തന്നെ വീണ്ടും കടിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും മനുഷ്യനായി മാറും. അവർ അവിടെ നിന്ന് ഇറങ്ങി നേരെ അനികയുടെ അടുത്ത് വന്ന് ഓജോ വൈദ്യർ പറഞ്ഞ കാര്യങ്ങൾ അവളോട് പറയും. പക്ഷേ അവൾ അത് വിശ്വസിക്കത്തില്ല. അവളുടെ മുഖത്ത് ഒരു വിഷമം വരുന്നത് നമുക്ക് കാണാം. അവസാനം ആ വൈദ്യർ പറഞ്ഞ വഴി തന്നെ സ്വീകരിക്കാൻ ബാസ്കിയും സിമ്പന്തികളും തയ്യാറാകും. അതിനുവേണ്ടി ക്രിക്കറ്റിൽ ബാറ്റ്സ്മാൻ ഉപയോഗിക്കുന്ന ഹെൽമറ്റ്, പാഡ് എല്ലാം അനിക കൊണ്ടുവരും. ഇതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുമെങ്കിലും അവൾക്ക് ഈ ചെയ്യുന്നത് എന്തോ ശരിയല്ലാത്തൊരു ഫീലുണ്ട്. ബാസ്കി ഒറ്റയ്ക്കിരിക്കുന്നത് കാണുമ്പോൾ അനിക അവന്റെ അടുത്തേക്ക് വരും. ബാസ്കി ചോദിച്ചു, എന്തുകൊണ്ടായിരിക്കും യാപ്പോ എന്നെ തന്നെ കടിച്ചത്? അനിക പറഞ്ഞു, എനിക്ക് തോന്നുന്നത് നീ കാട് നശിപ്പിക്കാൻ വന്നവനാണ്. ആ ചെന്നായി നിന്നെ ശരിക്കും കൊല്ലാനായിരിക്കും ശ്രമിച്ചിട്ടുണ്ടാകുക. പക്ഷേ അബദ്ധവശാൽ നീ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ആ ചെന്നായി ശിക്ഷകനെ രക്ഷകനാക്കാൻ ശ്രമിക്കുന്നതാകാം. അനിക തുടർന്നു, നിന്റെ മൂഡ് മാറാനായിട്ട് നമുക്കൊന്ന് പുറത്തോട്ട് പോയിട്ട് വരാം. എനിക്ക് ഇവിടെ വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്ക് തന്നെ പോകാം. അവൾ അവനെയും കൊണ്ട് വളരെ മനോഹരമായ ആ കാടിനുള്ളിലേക്ക് പോകും. ഒരു കുന്നിന്റെ മുകളിലെത്തിയപ്പോൾ നിറയെ മരങ്ങൾ, അതിനിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു പൂക്കൾ, നിറയെ ചിത്രശലഭങ്ങൾ. അവിടെ നിൽക്കുമ്പോൾ സൂര്യനെ വളരെ അടുത്ത് കാണാൻ പറ്റും. ചുറ്റും നോക്കുമ്പോൾ നിറയെ പച്ചപ്പ് മാത്രം. ബാസ്കി ഈ കാഴ്ചകളെല്ലാം കണ്ട് വളരെയധികം ആശ്ചര്യത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ബാസ്കി പറഞ്ഞു, ഈ സ്ഥലം കാണുമ്പോൾ ഒരു മൃഗമായി മാറി എനിക്കും കാട്ടിൽ തന്നെ ജീവിക്കാൻ തോന്നുന്നു. അനിക പറഞ്ഞു, എങ്കിൽ ഇന്ന് രാത്രിയിലത്തെ ആ പ്ലാന് വേണ്ടാന്ന് വെച്ചാൽ മതിയല്ലോ. നിനക്ക് പാതി മനുഷ്യനായി പാതി മൃഗമായും ഇവിടെ തന്നെ ജീവിക്കാം. ബാസ്കി പറഞ്ഞു, പറ്റില്ല. ആ ചെന്നായുടെ രൂപത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണം. അവർ തിരിച്ച് വീട്ടിൽ വന്ന ശേഷം ജോയും ജൊനാഥനും ബാസ്കിയെ ചെന്നായി കടിച്ച ആ പർട്ടിക്കുലർ സ്ഥലത്തേക്ക് യാത്രയായി. അതേസമയം പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ ആസാമിൽ നിന്ന് വന്ന വേട്ടക്കാർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു പോലീസുകാരൻ പറഞ്ഞു, നിങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നത് വരെ ആ ചെന്നായിയെ കൊല്ലാൻ പാടില്ല. കഴിവതും അതിനെ ജീവനോടെ തന്നെ പിടിക്കാൻ ശ്രമിക്കുക. ബാസ്കിയും സിമ്പന്തികളും കാട്ടിലെത്തും. ജോയും ജൊനാഥനും ബാറ്റിംഗ് പാഡുകൾ കൊണ്ടുണ്ടാക്കിയ സ്യൂട്ട് ബാസ്കിയെ ധരിപ്പിക്കും. ആ സ്യൂട്ടെല്ലാം ധരിച്ച ശേഷം ബാസ്കി അവരോട് പറഞ്ഞു, എനിക്ക് എന്തോ ഒരു വിഷമം പോലെ. ഞാൻ കരുതിയിരുന്നത് ഞാൻ നായകനും ആ ചെന്നായി വില്ലനുമാണെന്നാണ്. പക്ഷേ ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ ആ ചെന്നായിയാണ് നായകൻ. അവൻ ഈ കാട് സംരക്ഷിക്കാൻ നോക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് നിന്ന ജോ പറഞ്ഞു, ബാസ്കി, നീ നിന്റെ ജോലി ചെയ്യുന്നു, ആ ചെന്നായി അതിന്റെ ജോലി. ഞങ്ങൾക്കിപ്പോ ആവശ്യം നിന്നെ തിരിച്ച് മനുഷ്യനാക്കി മാറ്റുക എന്നുള്ളതാണ്. അവർ അവനെ കെട്ടിവലിച്ച് മുകളിലേക്ക് കയറ്റി അന്ന് ചെന്നായി കടിച്ച അതേ പൊസിഷനിൽ നിർത്തും. ജോയും ജൊനാഥനും കുറച്ച് മാറി ഒരു മരത്തിന്റെ മുകളിൽ തോക്കുമായിട്ട് ചെന്നായിയും പ്രതീക്ഷിച്ചിരിക്കും. ജൊനാഥൻ പറഞ്ഞു, ബാസ്കിയെ ആ ചെന്നായി കടിച്ചാൽ ഉടൻ തന്നെ അതിനെ നീ വെടിവെച്ചോണം ജോ. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ കാട്ടിൽ നിന്ന് ആ ചെന്നായി ബാസ്കിയുടെ അടുത്തേക്ക് നടന്നു വരും. പെട്ടെന്ന് എവിടെ
നിന്ന് ഒരു വെടിശബ്ദം കേട്ടു. ആ ചെന്നായി തിരിച്ച് കാട്ടിലേക്ക് തന്നെ ഓടിമറയും. ജൊനാഥൻ ജോയോട് ചോദിച്ചു, നീ എന്തിനാടാ കടിക്കുന്നതിന് മുന്നേ തന്നെ ചെന്നായിയെ വെടിവെച്ചത്? ജോ പറഞ്ഞു, ഞാനല്ല, ദേ അവിടെ നിന്നാണ് വെടിയുതിർത്തത്. അവർ നോക്കുമ്പോൾ ആസാമിൽ നിന്ന് വന്ന വേട്ടക്കാരിൽ ചിലർ ആ വേട്ടക്കാര് വെച്ച വെടി ആ ചെന്നായുടെ ദേഹത്ത് ഒരു മുറിവുണ്ടാക്കി. ചെന്നായ കാട്ടിലേക്ക് ഓടിമറഞ്ഞു. ആ വേട്ടക്കാർ ചെന്നായുടെ പിന്നാലെ പോകുമെങ്കിലും അത് ദൂരത്തിലേക്ക് ഓടിമറയും. ജോയും ജൊനാഥനും ബാസ്കിയുടെ കെട്ടഴിച്ച് താഴെ ഇറക്കും. ബാസ്കി പറഞ്ഞു, എനിക്ക് ആ ചെന്നായുടെ മണം കിട്ടുന്നുണ്ട്. ജൊനാഥൻ പറഞ്ഞു, ആ വേട്ടക്കാര് അതിനെ കൊല്ലുന്നതിന് മുന്നേ തന്നെ ആ ചെന്നായി നിന്നെ കടിച്ചാലേ നിനക്ക് പൂർണ്ണമായും മനുഷ്യനായി മാറാൻ കഴിയും. എത്രയും പെട്ടെന്ന് തന്നെ നീ അങ്ങോട്ടേക്ക് ചെല്ലണം. ബാസ്കി മണം പിടിച്ച് ആ ചെന്നായുള്ള സ്ഥലത്തേക്ക് ഓടും. ബാസ്കി മണം പിടിച്ച് ഓടിയെത്തുന്നത് ഈ കഥയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട അച്ഛനും മകളും ഉള്ള ആ ഗുഹയുടെ മുന്നിലാണ്. അവൻ ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറുമ്പോൾ അവിടെ ഉണ്ടാകുക ചെന്നായിക്ക് പകരം അനിഖയാണ്. അവൻ ചോദിച്ചു, അനിഖ നീ എങ്ങനെ ഇവിടെ? അനിഖ മറുപടി പറഞ്ഞു, എന്നെ നിനക്ക് വൈറസ് എന്നും വിളിക്കാം, യാപ്പൂം എന്നും വിളിക്കാം, ഏതായാലും അത് ഞാൻ തന്നെയാണ്. ബാസ്കി ചോദിച്ചു, അപ്പോൾ അന്ന് നീയാണോ എന്നെ കടിച്ചത്? അനിഖ പറഞ്ഞു, ഞാൻ നിന്നെ കൊല്ലാനാണ് ശ്രമിച്ചത്, പക്ഷെ നീ രക്ഷപ്പെട്ടു. നീ കാരണം ഈ കാട് നശിക്കും എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നിന്നെ ഞാൻ ആക്രമിച്ചത്. കഴിഞ്ഞ കുറെ അധികം വർഷങ്ങളായി ഞാൻ ഈ കാട് സംരക്ഷിച്ചു പോവുകയാണ്. എനിക്ക് നിന്നെ കൊല്ലണമായിരുന്നെങ്കിൽ നീ അന്ന് ക്ലിനിക്കിൽ വന്നപ്പോൾ തന്നെ കൊല്ലാമായിരുന്നു. പക്ഷേ നിന്നിലുള്ള മാറ്റം കണ്ടപ്പോൾ നീ ഈ കാടിനെ രക്ഷിക്കുമെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഒരുപാട് കാലം ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല. എന്റെ സ്ഥാനത്തേക്ക് നീ വരികയാണെങ്കിൽ എനിക്ക് മറ്റൊരിടത്തേക്ക് പോകാം. ബാസ്കി ചോദിച്ചു, എങ്ങനെയാണ് നീ യാപ്പുമായി മാറിയത്? അവൾ പറഞ്ഞു, പണ്ട് എന്റെ അച്ഛനും ഇതുപോലെ ഇവിടെ മരം വെട്ടാനായിട്ട് വന്നതാണ്. ഇതേ ഗുഹയിൽ വെച്ച് തന്നെയാണ് അദ്ദേഹത്തെ ചെന്നായി ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അതിനുശേഷം ആ ചെന്നായി എന്നെയും കടിച്ചു. ഞാൻ യാപ്പുമായി മാറി. അപ്പോഴേക്കും ജോയും ജൊനാഥനും ബാസ്കി അന്വേഷിച്ച് ആ ഗുഹയ്ക്കരികിലേക്ക് വരും. അവർ വന്നുടനെ ബാസ്കി അവരോട് പറഞ്ഞു, അനിഖയാണ് യാപ്പു, അന്നെന്നെ കടിച്ചതും അനികയാണ്. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ കാട്ടിൽ നിന്ന് വീണ്ടും 1-2 വെടിശബ്ദങ്ങൾ കൂടെ കേൾക്കും. ആ വേട്ടക്കാര് ചെന്നായായി മാറിയ അനികയെ പിടിച്ചു. അനികയെ വേട്ടക്കാര് തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഒരു കൂട്ടിലാക്കി ചുറ്റും വിറകുകൾ വെച്ച് ജീവനോടെ കത്തിക്കാൻ ശ്രമിക്കുകയാണ്. അതേസമയം കാട്ടിൽ ബാസ്കിയും സിമ്പന്തികളും. ബാസ്കി പറഞ്ഞു, നമുക്ക് എങ്ങനെയും അനികയെ രക്ഷിക്കണം. പാണ്ഡാജി പറഞ്ഞു, അനികയെ രക്ഷിക്കാൻ ഒരാൾക്ക് മാത്രമേ പറ്റൂ, ബാസ്കിക്ക്. ബാസ്കി എത്രയും പെട്ടെന്ന് ചെന്നായായി മാറണം. ബാസ്കി ചെന്നായി മാറാൻ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്യും, പക്ഷെ അവനെ കൊണ്ട് പറ്റുന്നില്ല. ബാസ്കി പറഞ്ഞു, ഇന്ന് അമാവാസി ആയതിനാൽ ചന്ദ്രനില്ല. ചന്ദ്രൻ ഉണ്ടെങ്കിലേ എനിക്ക് ചെന്നായി മാറാൻ പറ്റൂ. പാണ്ഡാജി പറഞ്ഞു, ബാസ്കി നിന്റെ ഉള്ളിൽ മനുഷ്യനുമുണ്ട് ചെന്നായിയുമുണ്ട്. നിന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ചെന്നായിയെ വെളിയിൽ കൊണ്ടുവന്നാൽ മതി. ബാസ്കി വീണ്ടും ട്രൈ ചെയ്യുമെങ്കിലും ചെന്നായായി മാറാൻ പറ്റില്ല. ജൊനാഥനോട് പറഞ്ഞു, നമ്മൾ അനികയുടെ ഹോസ്പിറ്റലിൽ വെച്ച് ഇഞ്ചക്ഷൻ എടുക്കാൻ പോയപ്പോഴും ഇവന് രോഗമുണ്ടെന്ന് നീ വീട്ടിൽ വിളിച്ച് പറയാൻ പോയപ്പോഴും ബാസ്കിക്ക് ദേഷ്യം വന്നു. ആ സമയത്ത് ഇവൻ ചെന്നായായി മാറാൻ ശ്രമിച്ചു. അതായത് ഇവന് ദേഷ്യം വന്നാൽ ഇവന് ചെന്നായായി മാറാൻ പറ്റും. നമുക്കിവനെ പ്രകോപിപ്പിച്ച് ദേഷ്യം വരുത്തി ചെന്നായാക്കി മാറ്റാം എന്ന് പറഞ്ഞിട്ട് ജോയും ജൊനാഥനും കൂടെ ബാസ്കിയെ വളഞ്ഞിട്ടടിക്കും. ഇത് കണ്ടുകൊണ്ട് നിന്ന പാണ്ഡാജി അവരെ പിടിച്ചു മാറ്റിയിട്ട് പറഞ്ഞു, ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അവൻ ചെന്നായിയല്ല ശവമാവത്തേ ഉള്ളൂ. പാണ്ഡാജി തുടർന്നു, അന്ന് ഓജോ വൈദ്യർ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ? നിന്റെ മനസ്സിന്റെ ഒരു ഭാഗത്ത് ഇപ്പോഴും കാടാണ്. ആ കാട് തുറന്നു കൊടുക്ക്. നിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചെന്നായി തനിയെ പുറത്തു വരും. കാടിനെ അറിയ്, കാട് നിനക്ക് ശക്തി തരും. ബാസ്കി കാടിനെ നോക്കി നിൽക്കും. ഉടൻ തന്നെ ആകാശത്ത് ഇടിമിന്നൽ വെട്ടും, കൊടുങ്കാറ്റുണ്ടാവും. അവൻ പൂർണ്ണമായും ചെന്നായിയായി മാറി. അവിടെ നിന്ന് സീൻ കട്ടാക്കി പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ അനിഖയുടെ കൂടിന് തീവെക്കാൻ വരികയാണ്. പെട്ടെന്ന് ഒരു ഓരിയിടൽ കേൾക്കും. അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ പോലീസ് സ്റ്റേഷന്റെ റൂഫിന് മുകളിൽ ചെന്നായിയായി മാറിയ ബാസ്കി. വേട്ടക്കാരിൽ ഒരാൾ ബാസ്കിയെ വെടിവെക്കുമെങ്കിലും ബാസ്കി വീണ്ടും ഓരിയിടും. അപ്പോൾ തന്നെ വവ്വാലുകൾ കൂട്ടത്തോടെ വന്ന് ആ വേട്ടക്കാരെ ആക്രമിക്കും. ആ സമയത്ത് അനിഖയുടെ കൂടിന് തീവെക്കാൻ പോയ പോലീസുകാരനെ ബാസ്കി ആ റൂഫിന്റെ മുകളിൽ നിന്ന് ചാടി വന്ന് കടിച്ചു കീറും. ബാസ്കി അനിഖയെ പൂട്ടിയിരിക്കുന്ന കൂട് കടിച്ചു മുറിക്കാൻ ശ്രമിക്കും, പക്ഷേ പറ്റില്ല. വേട്ടക്കാര് ബാസ്കിയുടെ നേർക്ക് തിരിയുമ്പോൾ ബാസ്കി വേട്ടക്കാരിൽ ഓരോരുത്തരെയായി വകവരുത്തും. ഇതിനിടയ്ക്ക് ബാസ്കിയുടെ കാല് തടിക്കിടയിൽപ്പെട്ട് ലോക്കാവും. ബാസ്കിയെ കൊല്ലാനായിട്ട് വേട്ടക്കാരുടെ തലവൻ ഒരു വാളുമായിട്ട് മുന്നോട്ട് വരും. ഇത് കണ്ടുകൊണ്ട് നിന്ന ഓജോ വൈദ്യർ ആ കോമ്പൗണ്ടിനകത്ത് കയറി അനിഖയെ തുറന്നുവിടും. ബാസ്കിയെ വെട്ടാനൊരുങ്ങുമ്പോൾ തന്നെ അനിഖ വേട്ടക്കാരുടെ നേതാവിനെ കടിക്കും. എങ്കിലും അയാൾ ആ വാളുകൊണ്ട് അനിഖയുടെ വയറ്റത്ത് വെട്ടും. ഉടൻ തന്നെ ബാസ്കി അവിടെ നിന്ന് ചാടി വന്ന് അയാളെ കടിച്ചു കീറി അവിടെ വെച്ച് തന്നെ കൊല്ലും. അനിഖയ്ക്ക് പരിക്കേൽക്കുമെങ്കിലും അവൾ എഴുന്നേൽക്കും. അനിഖയും ബാസ്കിയും കൂടെ ബാക്കിയുള്ള വേട്ടക്കാരെയും പോലീസുകാരെയും ആക്രമിക്കാനായിട്ട് മുന്നോട്ട് ഓടി വരുമ്പോൾ ഓജോ വൈദ്യർ അവരെ തടയും. അയാൾ 2 കൈയും കൂപ്പി മുട്ടുകുത്തി ആ ചെന്നായ്ക്കളുടെ മുന്നിലിരിക്കും. അവിടെ കൂടിയ എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെ ചെയ്യും. ചെന്നായ്ക്കളായി മാറിയ ബാസ്കിയും അനിഖയും
അവരെ ആരെ ഉപദ്രവിക്കാതെ കാട്ടിലേക്ക് മടങ്ങും. അനികയ്ക്ക് പരിക്കേറ്റതിനാൽ മെല്ലെ മെല്ലെ അവൾ ബാസ്കിയുടെ പിന്നാലെ നടന്നു. അവർ രണ്ടുപേരും അനികയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ പച്ചപ്പ് നിറഞ്ഞ കുന്നിന്റെ മുകളിലെത്തും. ബാസ്കി അവന്റെ തല കൊണ്ട് അനികയുടെ തലയിൽ ഉരസും. പെട്ടെന്ന് അനിക ആ വയറ്റിലെ പരുക്ക് കാരണം കുഴഞ്ഞ് ആ കുന്നിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീഴും. ബാസ്കി ഇത് കണ്ട് കരഞ്ഞ് ഓരിയിടും. അവിടെ നിന്ന് സീൻ കട്ടായിട്ട് 6 മാസങ്ങൾക്ക് ശേഷം ബാസ്കി ആ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് റോഡ് വരുന്നതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ബാസ്കി പറഞ്ഞു, ഈ ഹൈവേ കാടിന് നടുവിലൂടെ പണിയാതെ കാടിന്റെ അതിർത്തിയിലൂടെ ആയിരിക്കും പണിയുന്നത്. പ്രകൃതിയെ ബലി കൊടുത്ത് ഒരു വികസനവും നമുക്ക് സാധ്യമല്ല. ബാസ്കി പറഞ്ഞു, എന്റെ കസിൻ ജൊനാഥൻ എപ്പോഴും പറയും, ബലമുള്ള നേച്ചറാണ് ബലമുള്ള ഫ്യൂച്ചർ. ആ ഗ്രാമത്തിലുള്ള എല്ലാവരും കൈയടിച്ച് ആ പ്രോജക്റ്റിനെ വരവേൽക്കും. ഇവിടെ വെച്ച് ഈ കഥ അവസാനിക്കും.